ഹലോ എവരി വൺ, വെൽക്കം ടു ഫ്രീ പീരിയഡ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ തേർഡ് സെമ്മിലുള്ള ജേർണലിസ്റ്റിക് പ്രാക്ടീസസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ 2021 നടന്നിട്ടുള്ള എക്സാമിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സെക്ഷൻ എ ആണ്. എ സെക്ഷനിൽ 3 മാർക്കിലുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. 15 ചോദ്യങ്ങളായിരിക്കും നമുക്ക് നൽകിയിട്ടുണ്ടായിരിക്കുക. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് IPRA എന്നുള്ളതാണ്. IPRA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ പബ്ലിക് റിലേഷൻ അസോസിയേഷൻ എന്നുള്ളതാണ്. IPRA എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ പ്രൊഫഷണൽ അസോസിയേഷൻ ആണ്. പബ്ലിക് റിലേഷൻ പ്രാക്ടീഷണേഴ്സിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള ലോകത്തൊന്നാകെയുള്ള ഒരു പ്രൊഫഷണൽ അസോസിയേഷൻ ആണ് IPRA എന്ന് പറയുന്നത്. 1955 ഇത് രൂപീകരിക്കുന്നത്. ഇത് പ്രധാനമായിട്ടും വരുന്നത് എന്താണ്? aims to enhance the standard of PR practice and promote ethical guidelines എന്നുള്ളതാണ്. എത്തിക്കൽ ആയിട്ടുള്ള ധാർമ്മികപരമായിട്ടുള്ള ഗൈഡ് ലൈനുകൾ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും PR പ്രാക്ടീസിന്റെ സ്റ്റാൻഡേർഡുകൾ എൻഹാൻസ് ചെയ്യുക, വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് പ്രധാനമായിട്ട് ഇതിന്റെ ലക്ഷ്യമാക്കി വെക്കുന്നത്. അതുപോലെ തന്നെ IPRAക്ക് കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ട്. ആ കോഡ് ഓഫ് കണ്ടക്റ്റിന് വിളിക്കുന്ന പേര് കോഡ് ഓഫ് ഏതൻസ് എന്നുള്ളതാണ്. പിന്നെ ഇതിന്റെ ഔട്ട്ലൈൻ പ്രിൻസിപ്പൾസ് എന്ന് പറയുന്നത് ട്രൂത്ത്ഫുൾനെസ്സും അതുപോലെ തന്നെ ഇന്റഗ്രിറ്റി ഇൻ PR ക്യാമ്പയിൻസ് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് IPRA എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലോഗോ എന്നുള്ളതാണ്. ലോഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ലോഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷ്വൽ സിമ്പിൾ ആണ്, അല്ലെങ്കിൽ ഒരു ഡിസൈൻ ആണ്. ഒരു കമ്പനിയെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഡിസൈനെയാണ്, അല്ലെങ്കിൽ ഒരു വിഷ്വൽ സിമ്പിളിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ലോഗോ എന്ന് വിളിക്കുന്നത്. ഒരു ബ്രാൻഡിനെ, ഒരു ഓർഗനൈസേഷനെ, ഒരു കമ്പനിയെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഡിസൈനാണ് ലോഗോ എന്ന് പറയുന്നത്. ഈ ലോഗോ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്? മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട്, അഡ്വർടൈസിങ്ങിന് വേണ്ടിയിട്ട്, ഒരു റെക്കഗ്നീഷൻസ് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ലോഗോ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ലോഗോസിൽ കളേഴ്സ്, ഷേപ്പുകൾ, ടൈപ്പോഗ്രഫി തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ലോഗോയിൽ. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ ആണ് ആഡ് ക്യാമ്പയിൻസ് എന്ന് പറയുന്നത്. ആഡ് ക്യാമ്പയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്യങ്ങളാണ്. ആഡിന്റെ ക്യാമ്പയിൻസ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ആഡ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കോർഡിനേറ്റഡ് സീരീസ് ഓഫ് അഡ്വർടൈസ്മെന്റ് ഡെലിവേർഡ് ത്രൂ വേരിയസ് മീഡിയ ടു അച്ചീവ് സ്പെസിഫിക് മാർക്കറ്റിംഗ് ഗോൾസ് എന്നുള്ളതാണ്. അതായത് സ്പെസിഫിക് ആയിട്ടുള്ള മാർക്കറ്റിംഗ് ഗോൾസുകൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു അഡ്വർടൈസ്മെന്റിന്റെ ഒരു സീരീസുകൾ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടുള്ള, കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള അഡ്വർടൈസ്മെന്റിന്റെ ഒരു സീരീസുകൾ, അതായത് നിരന്തരമായിട്ട് പരസ്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ആഡ് ക്യാമ്പയിൻ എന്ന് പറയുന്നത്. ഇതിന് കൃത്യമായിട്ടുള്ള ഒരു ഗോള് ലക്ഷ്യം വെക്കുന്നുണ്ടായിരിക്കും, ഒരു എയിം അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് ഇതിന് ലക്ഷ്യം വെക്കുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ ടാർഗറ്റ് ഓഡിയൻസിനായിരിക്കും ഇത് എന്ത് ചെയ്യുക? ഈ പരസ്യം നൽകുന്നുണ്ടായിരിക്കുക. പ്രിന്റ് മീഡിയയിലൂടെ, ഡിജിറ്റൽ മീഡിയ, ടെലിവിഷൻ, സോഷ്യൽ മീഡിയ തുടങ്ങിയിട്ടുള്ള എല്ലാ രീതികളിലും, എല്ലാ മീഡിയകളിലൂടെയും ആഡ് ക്യാമ്പയിനുകൾ ഇവർ നടത്താറുണ്ട്. ഒന്നെങ്കിൽ ഒരു പ്രൊമോഷൻസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ ലോഞ്ചിങ്ങിന് വേണ്ടിയിട്ടൊക്കെയാണ് ആഡ് ക്യാമ്പയിൻസുകൾ നടത്താറുള്ളത്. അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ASCI എന്ന് പറയും. അഡ്വർടൈസിംഗ് സ്റ്റാൻഡേർഡ് കൗൺസിൽ ഓഫ് ഇന്ത്യ എന്നുള്ളതാണ്. അത് ഒരു സെൽഫ് റെഗുലേറ്ററി ബോഡിയാണ് ഇന്ത്യയിലുള്ളത്. ഇന്ത്യയിലുള്ള അഡ്വർടൈസിംഗ് പ്രാക്ടീസുകൾ, അതായത് എത്തിക്കലായിട്ടുള്ള അഡ്വർടൈസിംഗ് പ്രാക്ടീസിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു സെൽഫ് റെഗുലേറ്ററി ബോഡിയാണ് ASCI എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് പരസ്യങ്ങൾ അത് റിവ്യൂ ചെയ്യുന്നുണ്ട്. ഫെയർനെസ്, ഹോണസ്റ്റി, അക്യുറസി, അതുപോലെ തന്നെ ഈ കസ്റ്റമേഴ്സിന്റെ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന്റെ കംപ്ലൈന്റുകൾ അത് അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പരസ്യത്തിന് പബ്ലിക്കിന്റെ ഇടയിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ASCI എന്ത് ചെയ്യുന്നത്? നിലകൊള്ളുന്നത്. അപ്പൊ ASCI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വർടൈസിംഗ് സ്റ്റാൻഡേർഡ് കൗൺസിൽ ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇനി 5th ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 5th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ PR എന്നുള്ളതാണ്. എക്സ്റ്റേണൽ PR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പബ്ലിക് റിലേഷൻ എന്നുള്ളതാണ്. എക്സ്റ്റേണൽ PR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻറ്റെയിനിങ് എ പോസിറ്റീവ് ഇമേജ് ഓഫ് ആൻ ഓർഗനൈസേഷൻ എമംഗ് its external stakeholders such as customers, investors and the media എന്നുള്ളതാണ്. അതായത് കസ്റ്റമേഴ്സും ഇൻവെസ്റ്റേഴ്സും അതുപോലെ തന്നെ മീഡിയാസും ഇവരെയോടൊക്കെ ഉള്ള ഒരു എന്ത് ചെയ്യുക? ഒരു ബന്ധം കാത്തു സൂക്ഷിക്കുക, ഒരു പോസിറ്റീവായിട്ടുള്ള ഇമേജസ് ഓർഗനൈസേഷനുമായി കൊടുക്കുക എന്നുള്ളതാണ് എക്സ്റ്റേണൽ PR എന്ന് പറയുന്നത്.
അപ്പൊ കസ്റ്റമേഴ്സ്, അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സ്, മീഡിയാസ്, ഇവരോടൊക്കെ കമ്പനിയുടെ ഒരു നല്ല ഇമേജ് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് എക്സ്റ്റേണൽ PRs ഉപയോഗിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് പ്രസ് റിലീസുകൾ, മീഡിയ റിലേഷൻസ്, സോഷ്യൽ മീഡിയ എൻഗേജ്മെന്റുകൾ, പബ്ലിക് ഇവന്റ്സുകളൊക്കെയാണ് എക്സ്റ്റേണൽ മീഡിയയിൽ ഉപയോഗിക്കുന്ന ടൂളുകൾ എന്ന് പറയുന്നത്. അതായത് മറ്റുള്ള ആളുകളുടെ ഇടയിൽ, ഇൻവെസ്റ്റേഴ്സിന്റെ ഇടയിലൊക്കെ നമ്മുടെ കമ്പനിക്ക് ഒരു ഗുഡ് ഇമേജുകൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇനി 6th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പേജ് മേക്കപ്പ് എന്നുള്ളതാണ്. പേജ് മേക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറേഞ്ച്മെന്റ് ഓഫ് ടെക്സ്റ്റ്, ഇമേജ് ആൻഡ് അതർ എലമെന്റ്സ് ഇൻ എ ന്യൂസ് പേപ്പർ എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു മാഗസിൻ പേജിൽ, അതായത് നിങ്ങൾ കാണുന്ന ഒരു ന്യൂസ് പേപ്പറിന്റെ ഒരു പേജിൽ അതിൽ എഴുത്തുകളും ഇമേജുകളും അതുപോലെ ബാക്കിയുള്ള എലമെന്റ്സുകളെല്ലാം കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യുന്നതിനാണ് പേജ് മേക്കപ്പ് എന്ന് പറയുന്നത്. അതായത് ഒരു എസ്തറ്റിക് ആയിട്ടുള്ള ഒരു ബാലൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ് പേജ് മേക്കപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു വിഷ്വൽ അപ്പീൽ ഉണ്ടാക്കുക, റീഡബിലിറ്റി ഉണ്ടാക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിൽ പേജ് മേക്കപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, പേജ് മേക്കപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡിസൈൻ സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കാറുണ്ട്. പേജ് മേക്കർ ഉൾപ്പെടെയുള്ള സോഫ്റ്റ്വെയർസ് എന്ത് ചെയ്യാറുണ്ട്, ഈ പേജ് മേക്കപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അടുത്തത് UNI എന്നുള്ളതാണ്. 7th ക്വസ്റ്റ്യൻ ആണ്. UNI എന്ന് പറയുന്നത് യുണൈറ്റഡ് ന്യൂസ് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ്. യുണൈറ്റഡ് ന്യൂസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള ലീഡിംഗ് ആയിട്ടുള്ള ന്യൂസ് ഏജൻസിയാണ്. നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ന്യൂസ് പേപ്പേഴ്സിന് നൽകുന്ന, TV ചാനലുകൾക്ക് നൽകുന്ന ഒരു ന്യൂസ് ഏജൻസിയാണ് ഏതെന്ന് പറയുന്നത് യുണൈറ്റഡ് ന്യൂസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. 1959 ഡിസംബറിൽ, 1959 ഡിസംബറിലാണ് ഇത് രൂപീകരിക്കുന്നത്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഏത് കാഴ്ചവെക്കുന്നത്, UNA കാഴ്ചവെക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഇംഗ്ലീഷിലും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇംഗ്ലീഷിലുള്ള ഒരു ന്യൂസ് ഏജൻസിയാണ് UNI എന്ന് പറയുന്നത്. ഇതിന് യൂണിവാർത്ത എന്ന് പറയുന്ന ഒരു എന്തുണ്ട്, ഹിന്ദി സർവീസും കൂടി ഉണ്ട്, യൂണിവാർത്ത എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ് എന്തെന്ന് പറയുന്നത്, ന്യൂസ് എഡിറ്റർ. 8th ക്വസ്റ്റ്യൻ, 8ാമത്തെ ചോദ്യമാണ് ന്യൂസ് എഡിറ്റർ എന്ന് പറയുന്നത്. ന്യൂസ് എഡിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ? ദ ന്യൂസ് എഡിറ്റർ ഓവർസീസ് എ ന്യൂസ് റൂം മാനേജിങ് ന്യൂസ് കണ്ടന്റ്, അസൈനിങ് സ്റ്റോറീസ് ടു റിപ്പോർട്ടേഴ്സ്. അതായത് ന്യൂസ് എഡിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂസ് റൂം അത് ഓവർസീസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, ന്യൂസ് എഡിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ന്യൂസ് കണ്ടന്റുകൾ മാനേജ് ചെയ്യുക, റിപ്പോർട്ടേഴ്സിന് സ്റ്റോറികൾ മറ്റു കാര്യങ്ങളൊക്കെ അസൈൻ ചെയ്ത് കൊടുക്കുക, അവരുടെ ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുക്കുക, കൃത്യമായിട്ട് ടൈമിങ്ങിൽ, അതായത് കൃത്യസമയത്തിനുള്ളിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക തുടങ്ങിയുള്ള ഡ്യൂട്ടികളാണ് ന്യൂസ് എഡിറ്റേഴ്സിന് ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഒരു എഡിറ്റോറിയൽ ക്വാളിറ്റി ഉണ്ടാക്കുക, അതുപോലെ തന്നെ ലേഔട്ടുകൾ, പ്രസന്റേഷൻസ്, സബ് എഡിറ്റേഴ്സിന് ഡ്യൂട്ടി നൽകുക തുടങ്ങിയുള്ള ചുമതലകൾ എന്തുണ്ട്, ന്യൂസ് എഡിറ്റേഴ്സിന് ഉണ്ടായിരിക്കും. ഓക്കെ, അടുത്ത 9th ക്വസ്റ്റ്യൻ ആണ് ഇന്റർപ്രിറ്റേറ്റീവ് റിപ്പോർട്ടിംഗ് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിയോണ്ട് ഫാക്റ്റിനേക്കാളും, അതായത് ഒരു വിഷയത്തെക്കുറിച്ച്, ഒരു വാർത്തയെക്കുറിച്ച് അത് അനലൈസ് ചെയ്തുകൊണ്ട്, എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് എഴുതുന്ന വാർത്തകളെയാണ് ഇന്റർപ്രിറ്റേറ്റീവ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. അതായത് ഇതിന്റെ കോസ്, ഇമ്പാക്റ്റുകൾ, കോണ്ടെക്സ്റ്റുകൾ തുടങ്ങിയുള്ള കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് ഇതിൽ പറയുന്നുണ്ടായിരിക്കും. ഇതിൽ ഈ ഇൻവെസ്റ്റിഗേറ്റീവ് സ്കില്ലും കൂടി ഇതിന് അത്യാവശ്യമാണ്. കാരണം ഒരു വാർത്തയെ കുറിച്ച് അന്വേഷിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വാർത്തയെ കുറിച്ച് അറിയണം, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യത്തെ കുറിച്ച് അന്വേഷിക്കാനുള്ള സ്കില്ലുകൾ, കാര്യങ്ങൾ വേണം. അതുപോലെ തന്നെ എക്സ്പ്ലനേറ്ററി റൈറ്റിംഗ് സ്കില്ലുകൾ വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പ്ലനേഷൻ ചെയ്തുകൊണ്ട് റൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സ്കില്ലുകളും കാര്യങ്ങളും കൂടി വേണം. കാരണം ഓഡിയൻസിന് ഇത് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. അതായത് ഒരു ഇൻഫർമേഷന്റെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ആളുകൾക്ക് അറിയാനുള്ളത് കൊണ്ട് ഇതൊന്നും കൂടി വിശദീകരിച്ച് എഴുതാനുള്ള കഴിവും കൂടി വേണം. ഓക്കെ, 10th ക്വസ്റ്റ്യൻ ആണ് ചീഫ് റിപ്പോർട്ടർ എന്ന് പറയുന്നത്. ചീഫ് റിപ്പോർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു ജേർണലിസ്റ്റ് ടീമിന്റെ ലീഡറാണ് ആരെന്ന് പറയുന്നത്, ചീഫ് റിപ്പോർട്ടർ എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ബീറ്റ് റിപ്പോർട്ടേഴ്സിനെ എന്ത് ചെയ്യുക, ഓവർസീ ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള അസൈൻമെന്റ് കാര്യങ്ങൾ കൊടുക്കുക, ബ്യൂറോ ചീഫിനെ കോർഡിനേറ്റ് ചെയ്യുക, സ്റ്റോറി, അതായത് വാർത്തകൾ അക്യുറേറ്റ് ആണ് എന്നുള്ള, കൃത്യമാണ് എന്നുള്ള ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള, സെൻസിറ്റീവ് ആയിട്ടുള്ള, അതായത് വലിയ വലിയ വാർത്തകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യുക തുടങ്ങിയുള്ള ഡ്യൂട്ടികളാണ് ചീഫ് റിപ്പോർട്ടർക്ക് ഉണ്ടാവുക. ഓക്കെ,
ഇനി 11th ക്വസ്റ്റ്യൻ ആണ് ഹവർ ക്ലാസ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഹവർ ക്ലാസ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈലിന്റെ കോമ്പിനേഷൻസ് ഉള്ള ഒരു ന്യൂസ് റൈറ്റിംഗ് രീതിയാണ് എന്തെന്ന് പറയുന്നത്, ഹവർ ക്ലാസ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അതായത് ഒരു ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈലിൽ വാർത്തകൾ ആരംഭിക്കുകയും പിന്നീട് അത് നേരെ ഓപ്പോസിറ്റ് സ്റ്റൈലിലേക്ക് ക്രോണോളജിക്കൽ നെറേറ്റീവിലേക്ക് അത് മാറുകയും ചെയ്യും. അതാണ് ഹവർ ക്ലാസ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇത് 2003 ഇതിന്റെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. പക്ഷെ 1983 പോയിന്റർ ഓർത്തർ റോയ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇത് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. പക്ഷെ 2003 ഒരു പോയിന്റർ ആർട്ടിക്കിളില് ഈ ഹവർ ക്ലാസ് സ്റ്റൈലിന് 3 പാർട്ടുകളാണ് എന്ന് പറയുന്നുണ്ട്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ദ ടോപ്പ് എന്നുള്ളതാണ്. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ദ ടേൺ എന്നുള്ളതാണ്. തേർഡ് പാർട്ട് എന്ന് പറയുന്നത് ദ നരേറ്റീവ് എന്നുള്ളതാണ്. അതായത് ടോപ്പില് എന്താണ് 5W1H തുടങ്ങിയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. ടേണിൽ എന്ത് ചെയ്യുന്നു, ഒരു ട്രാൻസിഷൻ വരുന്നു. അതായത് ഒരു ഇൻവെർട്ടഡ് പിരമിഡ് സ്റ്റൈലിൽ നിന്ന് ഒരു മാറ്റം വരുന്നു. നരേറ്റീവ് എന്ന് പറയുന്ന ഭാഗത്ത് എന്ത് ചെയ്യുന്നു, കുറച്ചും കൂടി നരേറ്റീവ് ചെയ്തിട്ട്, അതായത് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻസിനെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ടുള്ള രീതിയായിരിക്കും ഹവർ ക്ലാസ് സ്റ്റൈൽ ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനി അടുത്തത് 12ാമത്തെ ചോദ്യമാണ് CSSR എന്ന് പറയുന്നത്. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് എന്നുള്ളതാണ്. ഈ CSR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഷ്യൽ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സൊസൈറ്റിയുടെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കമ്പനികൾ എന്ത് ചെയ്യുന്നു, ഇനീഷ്യേറ്റീവ് എടുക്കുക. എൻവിറോൺമെന്റൽ സബ്സ്റ്റൈനബിലിറ്റിക്ക് വേണ്ടിയിട്ട്, എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റിനൊക്കെ വേണ്ടിയിട്ട് വലിയ വലിയ കമ്പനികൾ എടുക്കുന്ന ഒരു സംരംഭങ്ങൾ അല്ലെങ്കിൽ സമൂഹത്തിന്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് സംഭാവനകൾ നൽകുന്ന മൾട്ടിനാഷണൽ കമ്പനീസ് നൽകുന്ന സംഭാവനകളെയാണ് CSSR എന്ന് പറയുന്നത്. ഇതൊരു എത്തിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഒരു ധാർമ്മികപരമായിട്ടുള്ള ഒരു എത്തിക്കൽ പ്രാക്ടീസ് ആണ്. ഒരു ഗുഡ് വില്ല് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ കമ്പനികൾ ചെയ്യുന്ന, മൾട്ടിനാഷണൽ കമ്പനികൾ ചെയ്യുന്ന ഒരു ധാർമ്മികപരമായിട്ടുള്ള പ്രവർത്തനമാണ് എന്തെന്ന് പറയുന്നത് CSSR എന്ന് പറയുന്നത്, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അതായത് ഇവർ സമൂഹത്തിനും കൂടി വേണ്ടതാണ്, അല്ലെങ്കിൽ സമൂഹത്തിന് അവർക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ അവരുടെ പ്രോഫിറ്റിന്റെ ഇത്ര ശതമാനത്തോളം സമൂഹത്തിന്റെ സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടിയിട്ട്, എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ചെലവഴിക്കണം എന്നുണ്ട്. അതാണ് CSSR എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത 13ാമത്തെ ചോദ്യമാണ് ലീഡ് എന്ന് പറയും. ലീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓപ്പണിംഗ് പാരഗ്രാഫ് ഓഫ് എ സ്റ്റോറി, ഒരു സ്റ്റോറിയുടെ ഓപ്പണിംഗ് പാരഗ്രാഫിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ലീഡ് എന്ന് വിളിക്കുന്നത്. ഒരു വാർത്തയുടെ സമ്മറൈസ് ചെയ്തിട്ടുള്ള കാര്യമായിരിക്കും ലീഡിൽ ഉണ്ടായിരിക്കുക. 5W1H, ഹു, വാട്ട്, വെൻ, വേർ, വൈ ആൻഡ് ഹൗ എന്ന് പറയുന്ന 5W1H കൃത്യമായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ടായിരിക്കും ലീഡിൽ. ഓക്കെ, അപ്പൊ ഇതാണ് ലീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് 14th ക്വസ്റ്റ്യൻ ആണ് ഒബ്ജക്ടിവിറ്റി എന്ന് പറയുന്നത്. ഒബ്ജക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു ജേർണലിസത്തില് വാർത്തകൾ പ്രസന്റ് ചെയ്യുന്നത് ഫാക്റ്റ് ആണെന്ന് നമ്മൾ ഉറപ്പിക്കുന്ന ഒരു സ്റ്റേജ് ആണ് ഒബ്ജക്ടിവിറ്റി എന്ന് പറയുന്നത്. അതായത് ബയാസുകളില്ലാതെ, പേഴ്സണൽ ഒപ്പീനിയൻസുകളില്ലാതെ, പേഴ്സണൽ ഇമോഷൻസുകളില്ലാതെ ഫാക്റ്റുകളാണ് പ്രസന്റ് ചെയ്യുന്നത് എന്നുള്ള ഉറപ്പിക്കുന്നതാണ് ഇതെന്ന് പറയുന്നത് ഒബ്ജക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫെയർ ആയിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള റിപ്പോർട്ടിംഗ് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലൂടെ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഓഡിയൻസിന് എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് ഓൺ ജഡ്ജ്മെന്റുകൾ ഉണ്ടാക്കാൻ ഇതിലൂടെ സാധിക്കുന്നുണ്ട്. അതായത് ഫാക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾ പാസ് ചെയ്യുമ്പോൾ ഓഡിയൻസിന് അവരുടെ ഒരു ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ അവരുടെ ഒപ്പീനിയൻസ് അക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനിലൂടെ അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതാണ് ഒബ്ജക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് 15th ക്വസ്റ്റ്യൻ ആണ് എന്തെന്ന് പറയുന്നത്, ബീറ്റ് എന്ന് പറയുന്നത്. ബീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ബീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാർത്തകൾ ലഭിക്കുന്ന ഉറവിടങ്ങളാണ് ബീറ്റുകൾ എന്ന് പറയുന്നത്. എ ബീറ്റ് ഈസ് എ സ്പെസിഫിക് ഏരിയ ഓർ ടോപ്പിക് അസൈൻഡ് ടു എ ജേർണലിസ്റ്റ് സച്ച് ആസ് പൊളിറ്റിക്സ്, ക്രൈം ഓർ എഡ്യൂക്കേഷൻ. അതായത് ഒരു ജേർണലിസ്റ്റിന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഏരിയ എന്ത് ചെയ്യുന്നു, വാർത്തകൾ കണ്ടെത്തുന്നതിന് വേണ്ടി നൽകുന്നു. അതിനെയാണ് ബീറ്റ് എന്ന് വിളിക്കുന്നത്. ഉദാഹരണമായിട്ട് പൊളിറ്റിക്സ്, ക്രൈം, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ റിപ്പോർട്ടേഴ്സ് എന്ത് ചെയ്യും, ബീറ്റില് എക്സ്പേർട്ടുകളായിരിക്കും. അങ്ങനെ എക്സ്പേർട്ടുകളുള്ള ആളുകളെയാണ് ബീറ്റ് റിപ്പോർട്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇവരെന്ത് ചെയ്യും, അവർക്ക് ലഭിച്ചിട്ടുള്ള സോഴ്സിൽ നിന്നും ഒരു നല്ലൊരു എന്ത് ചെയ്യും, ഇൻഡെപ്ത് ആയിട്ട് അവർ അവരുടെ ബീറ്റിനെ കുറിച്ച് പഠിച്ചിട്ട് വെക്കും. എന്നിട്ട് അവരെന്ത് ചെയ്യും, കോണ്ടാക്റ്റുകൾ ബിൽഡ് ചെയ്യും. അതിൽ നിന്നും അവര് വാർത്തകൾ കണ്ടെത്തും.
ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സെക്ഷൻ എയിൽ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. അടുത്തത് സെക്ഷൻ ബി ആണ്. ബി സെക്ഷനിൽ ചോദ്യങ്ങൾ വരുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ ചോദ്യം, ഹൗസ് ജേർണൽ ഈസ് എ പ്ലാറ്റ്ഫോം വെർ എംപ്ലോയർ ആൻഡ് എംപ്ലോയീസ് മീറ്റ്, എലൂസിഡേറ്റ്. അതായത് ഹൗസ് ജേർണൽ എന്ന് പറയുന്നത് ഒരു എംപ്ലോയറും എംപ്ലോയിയും അവർ തമ്മിലുള്ള ഒരു മീറ്റ് ചെയ്യുന്ന ഒരു ഇടമാണ്. അതിനെക്കുറിച്ച് പ്രസ്താവിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അതിന്റെ ആൻസേഴ്സ് എങ്ങനെയാണ് നമ്മൾ വരുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ഹൗസ് ജേർണൽ എന്താണെന്നുള്ളത് നോക്കണം. ഹൗസ് ജേർണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഹൗസ് ജേർണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റേണൽ പബ്ലിക്കേഷൻസ് ആണ്. അതായത് ഒരു ഓർഗനൈസേഷനിലുള്ള അതിന്റെ അകത്ത് വരുന്ന ഒരു പബ്ലിക്കേഷൻ ആണ് എന്തെന്ന് പറയുന്ന ഹൗസ് ജേർണൽ എന്ന് പറയുന്നത്. അത് ആർക്കാണ്? എംപ്ലോയീസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കമ്പനി എംപ്ലോയീസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പബ്ലിക്കേഷൻസ് ആണ് എന്തെന്ന് പറയുന്നത് ഹൗസ് ജേർണലുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഓർഗനൈസേഷൻസും അവിടുത്തെ എംപ്ലോയീസും തമ്മിലുള്ള ഒരു ലിങ്ക് ആയിട്ടും കൂടിയും ആര് പ്രവർത്തിക്കുന്നുണ്ട്? ഹൗസ് ജേർണലുകൾ പ്രവർത്തിക്കുന്നുണ്ട്. മാത്രമല്ല മറ്റേ മാനേജ്മെന്റ്, അവിടെയുള്ള എംപ്ലോയീസ് അവർ തമ്മിലുള്ള ഈ കോണ്ടാക്റ്റുകൾ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ അപ്ഡേറ്റുകൾ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ അച്ചീവ്മെന്റ്സുകൾ, അവരുടെ പോളിസികൾ, ഒരു കമ്പനിയുടെ പോളിസികൾ ഷെയർ ചെയ്യുക തുടങ്ങിയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഏത് ഉപയോഗിക്കാറുണ്ട്? ഹൗസ് ജേർണലുകൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ പുതിയ പുതിയ ലേഖനങ്ങൾ, ഉദാഹരണത്തിന് ആർട്ടിക്കിൾസ്, സ്റ്റോറീസ്, ഫീഡ്ബാക്ക് സെക്ഷൻസ് തുടങ്ങിയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ ഈ എംപ്ലോയീസിന്റെ ഒരു പാർട്ടിസിപ്പേഷൻസ് ഹൗസ് ജേർണലിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് മാനേജ്മെന്റ് തയ്യാറാവാറുണ്ട് അല്ലെങ്കിൽ കമ്പനീസ് തയ്യാറാക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ എംപ്ലോയീസിനെ ഒന്നുകൂടി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഏത് ഉപയോഗിക്കാറുണ്ട്? ഹൗസ് ജേർണലുകൾ ഉപയോഗിക്കാറുണ്ട്. ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഏത് ഉപയോഗിക്കാറുണ്ട്? ഹൗസ് ജേർണലുകൾ ഉപയോഗിക്കാറുണ്ട്. ഈ തുടങ്ങിയുള്ള കാര്യങ്ങളെ കുറിച്ചും പ്ലാനിങ്, അതുപോലെ തന്നെ ഓർഗനൈസിങ്, പബ്ലിഷിംഗ്, ഡിസ്ട്രിബ്യൂഷൻസ് തുടങ്ങിയിട്ടുള്ള ഹൗസ് ജേർണലിലെ സ്റ്റേജുകളെ കുറിച്ചും, ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഹൗസ് ജേർണൽ സ്റ്റേജുകളെ കുറിച്ചും ഇതിൽ മെൻഷൻ ചെയ്യണം, ഈ ചോദ്യത്തിൽ മെൻഷൻ ചെയ്യണം. അടുത്തത്, പബ്ലിക് സെക്ടർ PR ഈസ് ആൻ ഈസി എക്സസൈസ് കമ്പയർഡ് ടു പ്രൈവറ്റ് സെക്ടർ PR. ഡു യു അഗ്രി? എക്സ്പ്ലെയിൻ യുവർ സ്റ്റാൻഡ് എന്നുള്ളതാണ്. ഒരു ഗവൺമെന്റിലെ PR-ഉം അതുപോലെ തന്നെ പ്രൈവറ്റ് PR-ഉം തമ്മിൽ, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ PR-നേക്കാളും ഒരു പ്രൈവറ്റ് PR കുറച്ചും കൂടി സിമ്പിൾ ആയതാണ് എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? നിങ്ങളുടെ നിലപാട് എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു പബ്ലിക് സെക്ടർ PR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു PR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ ട്രാൻസ്പെറൻസി ആയിരിക്കും, അതുപോലെ തന്നെ പബ്ലിക് വെൽഫെയറിന് വേണ്ടിയിട്ടായിരിക്കും, കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റിന് വേണ്ടിയിട്ടായിരിക്കും ഒരു പബ്ലിക് സെക്ടർ PR എന്ന ഒരു ഗവൺമെന്റിന്റെ PR വർക്ക് ചെയ്യുക എന്ന് പറയുന്നത്. ഒരിക്കലും ഗവൺമെന്റിന്റെ ഒരു സെക്ടർ PR-ൽ എന്തുണ്ടായിരിക്കുകയില്ല? കോമ്പറ്റീഷൻസ് ഉണ്ടായിരിക്കുകയില്ല. അതുപോലെ തന്നെ ഓഡിയൻസിന്റെ ട്രസ്റ്റുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഗവൺമെന്റ് ഇനീഷ്യേറ്റീവുകൾ ഉണ്ടായിരിക്കും. അതായത് സ്വാഭാവികമായിട്ട് ജനങ്ങൾ അത് വിശ്വസിക്കുകയും അതുപോലെ തന്നെ ജനങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയുകയും ഗവൺമെന്റിന്റെ ഇനീഷ്യേറ്റീവുകൾ ഇതിലുണ്ടായിരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ചലഞ്ചസുകൾ അത് ഹാൻഡിൽ ചെയ്യുന്ന ആരായിരിക്കും? ബ്യൂറോക്രസിയും പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇൻഫ്ലുവൻസുകളും കൂടിയിട്ടായിരിക്കും ഇതിന്റെ ചലഞ്ചുകൾ ഏറ്റെടുക്കുക. ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഉണ്ടായിരിക്കും, അതിന്റെ ഭരണ സംവിധാനങ്ങൾ ഉണ്ടായിരിക്കും. ഇവരൊക്കെ ആയിരിക്കും ഒരു ഗവൺമെന്റിന്റെ PR സെക്ടേഴ്സിന്റെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുക. പക്ഷെ ഒരു പ്രൈവറ്റ് സെക്ടറിൽ എന്തായിരിക്കും? കോമ്പറ്റീഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും കസ്റ്റമേഴ്സിന്റെ ലോയൽറ്റി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നല്ല ബ്രാൻഡിങ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ കോമ്പറ്റീഷൻസ് സ്വാഭാവികമാണ്. അതുപോലെ തന്നെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സ്ട്രാറ്റജികൾ ഇതിന് അത്യാവശ്യമാണ് ഏത് പ്രൈവറ്റ് സെക്ടറിൽ. കാരണം മത്സരിക്കുന്നതിന് വേണ്ടിയിട്ട് നിരവധി കമ്പനികൾ ഉണ്ടാവുന്നതുകൊണ്ട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ക്യാമ്പയിൻസുകൾ വേണം. അതുപോലെ മീഡിയ സ്ട്രാറ്റജീസുകളൊക്കെ വേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു പബ്ലിക് സെക്ടർ PR പ്രൈവറ്റ് സെക്ടറിനേക്കാളും കുറച്ചുകൂടി എന്താണ് ഈസിയാണ്, അല്ലെങ്കിൽ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പൊ പബ്ലിക് സെക്ടർ PR may seem easier due to its purpose driven focus, but private sector PR ഡിമാൻഡ്സ് മോർ ക്രിയേറ്റിവിറ്റി ആൻഡ് മാർക്കറ്റ് അഡാപ്റ്റബിലിറ്റി എന്നുള്ളതാണ്. പക്ഷെ രണ്ടിനും എന്തുണ്ട്? ഒരു യുണീക്ക് ആയിട്ടുള്ള ചാലഞ്ചുകൾ സ്വാഭാവികമായിട്ടും പബ്ലിക് സെക്ടറിനും പ്രൈവറ്റ് സെക്ടറിനും ഉണ്ടായിരിക്കും.
ഓക്കെ, അടുത്തത് 18ാമത്തെ ചോദ്യമാണ്. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ അഡ്വർടൈസിങ് ക്യാമ്പയിൻ? ഡസ് ഇറ്റ് ഡിപ്പെൻഡ് ഓൺ മീഡിയ പ്ലാനിങ്? അഡ്വർടൈസിങ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് മീഡിയ പ്ലാനിങ് എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് അഡ്വർടൈസിങ് ക്യാമ്പയിൻ എന്താണ് എന്നുള്ളത് നോക്കണം. നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുണ്ടായിരുന്നു ആഡ് ക്യാമ്പയിൻ എന്താണ് എന്നുള്ളത്. ഒരു സീരീസ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ് എന്ത് ചെയ്യുന്നു, ഒരു പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, സർവീസുകളോ ബ്രാൻഡുകളോ ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സീരീസ് ഓഫ് അഡ്വർടൈസ്മെന്റുകൾ ഇങ്ങനെ നൽകുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? അഡ്വർടൈസിങ് ക്യാമ്പയിനുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിനെന്തുണ്ടായിരിക്കും? ഒരു തീം ഉണ്ടായിരിക്കും, ടാർഗറ്റഡ് ആയിട്ടുള്ള ഓഡിയൻസുകൾ ഉണ്ടായിരിക്കും, കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ഉണ്ടായിരിക്കും. എല്ലാ പ്ലാറ്റ്ഫോമിലും കൂടി കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു മെസ്സേജുകളായിരിക്കും നൽകുന്നുണ്ടായിരിക്കുക. അപ്പോൾ മീഡിയ പ്ലാനിങ് റൂൾസുകൾ എങ്ങനെയാണ് വരിക? അപ്പോൾ TV, പ്രിന്റ്, ഡിജിറ്റൽ. അപ്പോൾ ഇതിൽ ടാർഗറ്റ് ഓഡിയൻസിനെ എഫക്റ്റീവ് ആയിട്ട് എത്തുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഒരു കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങൾ നടത്തണം. അപ്പോൾ ബാലൻസ്ഡ് ആയിട്ടുള്ള ബഡ്ജറ്റുകൾ വേണ്ടി വരും. അതുപോലെ തന്നെ മാക്സിമം വിസിബിലിറ്റി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ബഡ്ജറ്റ് അലോക്കേഷൻസും കാര്യങ്ങളൊക്കെ നടത്തേണ്ടി വരും. അതുപോലെ തന്നെ ഒരു സക്സസ്ഫുൾ ക്യാമ്പയിന് എന്ത് വേണം? ഒരു സ്ട്രാറ്റജി വേണ്ടി വരും, മീഡിയ പ്ലാനിങ്. അതായത് കൃത്യമായിട്ടുള്ള ടൈമുകളിൽ ഏതൊക്കെ സമയങ്ങളിലാണ് അഡ്വർടൈസിങ് ക്യാമ്പയിനുകൾ നടത്താൻ പറ്റുക, അത് എങ്ങനെയാണ് ഇമ്പാക്റ്റിലൂടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി ഡെലിവറി ചെയ്യാൻ കഴിയുക എന്നുള്ള കാര്യങ്ങളും എന്ത് ചെയ്യണം? തിങ്ക് ചെയ്യേണ്ടി വരും. ഒരു അഡ്വർടൈസിങ് വേരിയസ് മീഡിയകളിൽ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അതിന് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് 90th ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ഹെഡ്ലൈൻ ഇൻ എ പ്രിന്റ് അഡ്വർടൈസ്മെന്റ്? ഒരു പ്രിന്റ് അഡ്വർടൈസ്മെന്റുകളിൽ ഒരു ഹെഡ്ലൈനിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഒന്നാമത്തത് റീഡേഴ്സിന്റെ അറ്റൻഷൻസും അവർക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് ആളുകൾ വായിക്കുമ്പോൾ ഒരാൾ ഈ അഡ്വർടൈസ്മെന്റിന്റെ ഒരു ഹെഡ്ലൈൻ വായിക്കുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യണം? ശ്രദ്ധ കേന്ദ്രീകരിക്കണം, അവരുടെ ഉള്ളിൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കണം. അതുപോലെ തന്നെ മെയിൻ ബെനിഫിറ്റുകൾ എന്ത് ചെയ്യണം? ഹൈലൈറ്റ് ചെയ്ത് നിൽക്കണം. അതുപോലെ തന്നെ യുണീക്ക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻസ് അല്ലെങ്കിൽ USP എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസിന്റെ യുണീക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഹൈലൈറ്റ് ചെയ്ത് നിൽക്കണം. അതുപോലെ തന്നെ അഡ്വർടൈസ്മെന്റിന്റെ തീം, ടോണ് തുടങ്ങിയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ റീഡേഴ്സിന് അവർക്ക് ഫർദർ കണ്ടന്റുകൾ വായിക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് ബോഡി കോപ്പി, വിഷ്വൽസ് തുടങ്ങിയുള്ള കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ടെൻഡൻസി ഉണ്ടാക്കണം, അവർക്കൊരു എൻകറേജ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു ഇമോഷണൽ അപ്പീലുകൾ ഉണ്ടാവുന്ന ഒരു ലാംഗ്വേജുകൾ ഉപയോഗിക്കണം. അതായത് ആളുകളെ ഒന്നുകൂടി കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ലാംഗ്വേജുകളായിരിക്കണം ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു പ്രിന്റ് അഡ്വർടൈസ്മെന്റിലെ ഹെഡ്ലൈനിന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഹെഡ്ലൈൻ വായിച്ചാൽ തന്നെ എന്ത് ചെയ്യണം? അവർക്ക് എങ്ങനെ തോന്നണം അടുത്ത കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇനി അടുത്തത് 20ാമത്തെ ചോദ്യമാണ്. ഡിസ്കസ് ബ്രീഫ്ലി ദ ടെക്നിക്സ് ഓഫ് എഡിറ്റിംഗ് ന്യൂസ് ഏജൻസി കോപ്പീസ് ഫോർ എ ന്യൂസ് പേപ്പർ. അതായത് ഒരു ന്യൂസ് ഏജൻസി, അതായത് ഒരു പത്രത്തിന് വേണ്ടിയിട്ട് ന്യൂസ് ഏജൻസിയുടെ കോപ്പീസ് അത് എഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടെക്നിക്സുകളൊക്കെ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ആ ക്വസ്റ്റ്യൻ്റെ ഒന്നാമത്തത് നമുക്ക് ഫാക്ട് ചെക്കിംഗ് എന്നുള്ളത് എടുക്കാം. നമുക്ക് എന്ത് ചെയ്യണം? അക്യുറേറ്റ് ആണോ, അത് നെയിം, ഡേറ്റ്, ഫാക്റ്റുകൾ തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം അക്യുറേറ്റ് ആണോ എന്നുള്ളത് തിങ്ക് ചെയ്യണം. അതുപോലെ തന്നെ അടുത്തത് സ്റ്റൈൽ ആൻഡ് കൺസിസ്റ്റൻസി എന്നുള്ളതാണ്. അതായത് ന്യൂസ് പേപ്പറിന്റെ ടോണ്, എഡിറ്റോറിയൽ പോളിസി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടാണോ ഈ വാർത്തയുടെ സ്റ്റൈല് കാര്യങ്ങളൊക്കെ നോക്കണം. എറർ കറക്ഷൻസ്, അതായത് ഗ്രാമർ, സ്പെല്ലിംഗ്, ടൈപ്പോഗ്രാഫിക്കൽ മിസ്റ്റേക്സുകൾ ഉണ്ടോ എന്നുള്ളത് നോക്കുക. ലോക്കൽ റെലവൻസുകൾ, അതായത് ന്യൂസ് ഏജൻസി റീജിയണൽ ഓഡിയൻസിന് അവർക്ക്, അതായത് ലോക്കലായിട്ടുള്ള പ്രാദേശികമായിട്ടുള്ള ആളുകൾക്ക് അക്സെപ്റ്റബിൾ ആണോ എന്നുള്ളത്, അതായത് അവർക്ക് വേണ്ടിയിട്ടുള്ള വാർത്തയും കൂടിയാണോ എന്നുള്ളത് എന്ത് ചെയ്യണം? പരിശോധിക്കണം. അതുപോലെ തന്നെ കണ്ടൻസിങ് എന്നുള്ളതും കൂടി ശ്രദ്ധിക്കണം. അതായത് ലെങ്തി റിപ്പോർട്ടുകൾ എന്ത് ചെയ്യണം? അതിന്റെ എസെൻഷ്യൽ ആയിട്ടുള്ള ഡീറ്റെയിൽസുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സിംപ്ലിഫൈ ചെയ്യണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം നിങ്ങൾ അതിന്റെ ആൻസർ തയ്യാറാക്കേണ്ടത്. ഓക്കെ, അടുത്തത് 21 ക്വസ്റ്റ്യൻ, 21ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ന്യൂസ് എഡിറ്റർ ഈസ് ദ നമ്പർ 1 മാൻ ഇൻ എ ന്യൂസ് റൂം, എല്യൂസിഡേറ്റ്. അതായത് ന്യൂസ് എഡിറ്റർ എന്ന് പറയുന്നത് ന്യൂസ് റൂമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ്. അത് വിശദീകരിക്കാനാണ് പറയുന്നത്.
എന്തൊക്കെയായിരിക്കും നമുക്ക് ഇത് ഉൾപ്പെടുത്താൻ പറ്റുക? അതായത് ന്യൂസ് റൂം, അതിനെ സൂപ്പർവൈസ് ചെയ്യുന്ന വ്യക്തിയായിരിക്കും ന്യൂസ് എഡിറ്റർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ന്യൂസ് റൂം ഒരു സ്മൂത്ത് ഓപ്പറേഷൻസ്, അത് കൃത്യമായിട്ട് അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്ന വ്യക്തിയാണ് ന്യൂസ് എഡിറ്റർ എന്ന് പറയുന്നത്. റിപ്പോർട്ടേഴ്സിന് ഓരോ സ്റ്റോറീസ്, ഓരോ അസൈൻമെന്റുകൾ, കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഡ്യൂട്ടി ന്യൂസ് എഡിറ്റർക്കായിരിക്കും. അതുപോലെ തന്നെ ഈ റിപ്പോർട്ടേഴ്സ് ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ള മോണിറ്റർ ചെയ്യുന്ന ഡ്യൂട്ടിയും ആർക്കായിരിക്കും? ന്യൂസ് എഡിറ്റർക്കായിരിക്കും. അതുപോലെ തന്നെ ഒരു ന്യൂസ് കണ്ടന്റിന്റെ അക്യുറസി, റെലവൻസ്, ക്വാളിറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്ന ന്യൂസ് എഡിറ്റർ ആണ്. അതുപോലെ തന്നെ സബ് എഡിറ്റേഴ്സിനെ, ഫോട്ടോഗ്രാഫേഴ്സിനെ ലേഔട്ട് ചെയ്യുന്ന, അതായത് പേജ് ലേഔട്ട് ചെയ്യുന്ന ടീമിനൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന വ്യക്തിയും ന്യൂസ് എഡിറ്റേഴ്സ് ആണ്. അതുപോലെ തന്നെ ഒരു എഡിറ്റോറിയൽ ഇന്റഗ്രിറ്റി, അതുപോലെ തന്നെ മീറ്റിംഗ് ഡെഡ് ലൈൻസ്, അതായത് കൃത്യമായിട്ടുള്ള സമയങ്ങൾ, ആ സമയത്തിനുള്ളിൽ കാര്യങ്ങൾ ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ ഒരു വൈറ്റൽ റോൾ ചെയ്യുന്ന, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു റോൾ ചെയ്യുന്ന വ്യക്തിയും കൂടിയാണ് ആരെന്ന് പറയുന്നത്? ന്യൂസ് എഡിറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും പോയിന്റുകൾ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് പറയാൻ സാധിക്കും? ഒരു ന്യൂസ് എഡിറ്റർ എന്ന് പറയുന്നത് ഒരു ന്യൂസ് റൂമിന്റെ നമ്പർ 1 മാൻ ആണ് എന്നുള്ളത് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അടുത്ത 22ാമത്തെ ചോദ്യമാണ്, വാട്ട് ആർ ദ മെയിൻ എലമെന്റ്സ് ഓഫ് എ പബ്ലിക് റിലേഷൻ ക്യാമ്പയിൻ? ഒരു പബ്ലിക് റിലേഷൻ ക്യാമ്പയിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ഒന്നാമത്തത് എന്താണ്? എലമെന്റ്സുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒന്നാമത്തത് ഒബ്ജക്റ്റീവ് സെറ്റിംഗ് എന്നുള്ളതാണ്. ഒബ്ജക്റ്റീവ് സെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ക്ലിയർ ആൻഡ് മെഷറബിൾ ഗോൾസ്, അതായത് ഗോൾസുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഒബ്ജക്റ്റീവ് ആദ്യം സെറ്റ് ചെയ്ത് വെക്കണം. ടാർഗറ്റ് ഓഡിയൻസ്, അതായത് ആർക്കൊക്കെയാണ്, ഏത് ഓഡിയൻസുമായി ബന്ധപ്പെട്ടിട്ടാണ്, ആർക്ക് വേണ്ടി, ആരെ കേന്ദ്രീകരിച്ചിട്ടാണ് നമ്മൾ ഈ പരസ്യം ചെയ്യുന്നത് അല്ലെങ്കിൽ ക്യാമ്പയിൻ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഇതാക്കണം. അടുത്തത് മെസ്സേജ് ഡെവലപ്മെന്റ്, അതായത് ക്യാമ്പയിന്റെ പർപ്പസിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള മെസ്സേജുകൾ, എന്താണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത് ഡെവലപ്പ് ചെയ്യണം. അടുത്ത ടൂൾസ് ആൻഡ് ടാറ്റിക്സ് എന്ന് പറയുന്ന പോയിന്റ്, പ്രസ് റിലീസുകളാണോ, ഇവന്റുകളാണോ, സോഷ്യൽ മീഡിയ, അതുപോലെ തന്നെ അഡ്വർടൈസിങ്ങൾ, ഏത് രീതിയിലാണ് നമ്മളെ ടൂൾസുകളും ടാറ്റിക്സുകളും തന്ത്രങ്ങളും ഒക്കെ നമ്മൾ പ്രയോഗിക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. ഇംപ്ലിമെന്റേഷൻസ് എന്നുള്ളത് ഉൾപ്പെടുത്താം, അതായത് നമ്മൾ എന്ത് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള ക്യാമ്പയിൻ പ്ലാനുകളൊക്കെ എന്ത് ചെയ്യുക, നടപ്പിലാക്കുക എന്നുള്ളതാണ്. ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളത്. ഇവാലുവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മൾ ചെയ്തിട്ടുള്ള അഡ്വർടൈസിങ് ക്യാമ്പയിൻ അത് കൃത്യമായിട്ട് പരിശോധിക്കുക, അല്ലെങ്കിൽ അതിന്റെ നേട്ടങ്ങൾ എന്തായിരുന്നു, കോട്ടങ്ങൾ എന്തായിരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, പരിശോധിക്കുക എന്നുള്ളതൊക്കെയാണ്. അല്ലെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന പോലെ ഡു യുവർ റിസർച്ച്, നോ യുവർ ടാർഗറ്റ് ഓഡിയൻസ്, നോ ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, നോ ദ മാർക്കറ്റ് സിറ്റുവേഷൻ, നോ യുവർ ലിമിറ്റേഷൻസ്, ഡിഫൈൻ യുവർ ഒബ്ജക്റ്റീവ്സ്, define your messages, define your strategies, create a timeline, implement, evaluate the result തുടങ്ങിയുള്ള പോയിന്റുകളും നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്തത് 23rd ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം, ഡിസ്കസ് വിത്ത് എക്സാമ്പിൾസ്. അതായത് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിന് എന്ത് ചെയ്യുക, എക്സാമ്പിൾസ് എഴുതുക എന്നുള്ളതാണ്. ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു വാർത്തയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു അറിയാത്ത ഒരു കാര്യത്തെക്കുറിച്ച്, ഒരിക്കലും അൺകവേർഡ് ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചിട്ട് എന്ത് ചെയ്യുക, അന്വേഷിക്കുക, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്, ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കറപ്ഷൻസ്, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ കറപ്ഷൻസ്, കോർപ്പറേറ്റ് റോങ് ഡൂയിങ്സുകൾ, റേഷ്യൽ ഇൻജസ്റ്റിസുകൾ, സീരിയസ് ആയിട്ടുള്ള ക്രൈംസുകൾ തുടങ്ങിയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് എന്ത് ചെയ്യാം, ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. അതിൽ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് 2G സ്പെക്ട്രം കേസുകൾ നമുക്ക് ഉൾപ്പെടുത്താം, അത് എക്സാമ്പിൾ ആയിട്ട് പറയാവുന്നതാണ്. അതുപോലെ തന്നെ ദ മിത്ത് ഓഫ് ട്രാൻസ്പെറന്റ് പൊളിറ്റിക്കൽ ഫണ്ടിങ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ഉൾപ്പെടുത്താം. അതായത് ഇന്ത്യയിൽ 2018 ഇന്ത്യൻ ഗവൺമെന്റ് പൊളിറ്റിക്കൽ പാർട്ടീസിന് ഇലക്ട്രൽ ബോണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാം, നമുക്ക് നിക്ഷേപങ്ങൾ കൊടുക്കാം, അല്ലെങ്കിൽ അവർക്ക് പണം സംഭാവന ചെയ്യാം എന്നുള്ള ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് വലിയ രീതിയിലുള്ള കറപ്ഷനായി എന്നുള്ളത്, ഏകദേശം $500 മില്യൺ കറപ്ഷൻ ഉണ്ടായി എന്നുള്ള ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യസ് മിസ്സിംഗ് ട്രീസ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് പ്രോമിസസ് എന്ന് പറയുന്ന ഒരു കേസ് ഉണ്ടായിരുന്നു. അതായത് ഇന്ത്യയിൽ എന്തുണ്ട്, എത്രയോ ലക്ഷത്തിലധികം മരങ്ങൾ വെട്ടി നശിപ്പിക്കപ്പെടുന്നുണ്ട് തുടങ്ങിയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു
ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിന്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. 2G സ്പെക്ട്രം നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും. തുടങ്ങിയ കേസുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സാമ്പിൾ ആക്കിയിട്ട് ഉൾപ്പെടുത്താൻ സാധിക്കും. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്ഷൻ സി ആണ്, SA ക്വസ്റ്റ്യൻസ് ആണ്. SA ക്വസ്റ്റ്യൻസിൽ ഒന്നാമത്തെ ചോദ്യമായിട്ട് നിങ്ങൾക്ക് വരുന്നത് വാട്ട് ഈസ് ക്രൈസിസ് മാനേജ്മെന്റ് ഇൻ പബ്ലിക് റിലേഷൻ, what are the tools that may be used in overcoming crisis ഓഫ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഡിസ്കസ് വിത്ത് എക്സാമ്പിൾസ് എന്നുള്ളതാണ്. അതായത് ഒരു പബ്ലിക് റിലേഷനിലെ ക്രൈസിസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിന് ഉപയോഗിക്കുന്ന ടൂളുകൾ എന്തൊക്കെയാണ്, വിത്ത് എക്സാമ്പിൾ ആണ് ചോദിച്ചിട്ടുള്ളത്. ക്രൈസിസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു കമ്പനിക്ക് പെട്ടെന്ന് വരുന്ന പ്രശ്നങ്ങളാണ്, അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇവന്റുകൾ അല്ലെങ്കിൽ ഇഷ്യൂസ് അല്ലെങ്കിൽ ത്രെട്ടനിങ്, ആ ഒരു ഓർഗനൈസേഷനെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇവന്റുകളെ ഇഷ്യൂസിനെ ഒക്കെ അഡ്രസ് ചെയ്യുന്നതാണ് ക്രൈസിസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ PR ടീം ഇത് മിനിമൈസ് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഡാമേജുകൾ ഇല്ലാതാക്കുന്നതാണ് ക്രൈസിസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്തൊക്കെയായിരിക്കും സ്റ്റെപ്പുകൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നത്? ഒന്നാമത്തെ സ്റ്റെപ്പ് പ്രിപ്പയർഡ്നെസ് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ക്രൈസിസ് മാനേജ്മെന്റ് പ്ലാൻ വേണം. നമുക്കൊരു ക്രൈസിസ് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയൊക്കെ നമുക്ക് സോൾവ് ചെയ്യാം എന്ന് പറയുന്ന ഒരു പ്ലാനിങ് നമുക്ക് വേണം. രണ്ടാമത്തത് ഇമ്മീഡിയറ്റ് റെസ്പോൺസ് എന്നുള്ളതാണ്. അതായത് ഒരു പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ആ പ്രശ്നത്തെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, വളരെ ടൈം ബേസ്ഡ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഇഷ്യൂസിനെ കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറായിരിക്കണം എന്നുള്ളതാണ്. ആൻഡ് മൂന്നാമത്തെ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. അതായത് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള കൺസിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മെസ്സേജുകൾ നിങ്ങളുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് കൺസ്യൂമേഴ്സുമായിട്ട് നിങ്ങൾ എല്ലാ സമയത്തും വേണം. ഇവാലുവേഷൻസ് നടത്തണം. ഇവാലുവേഷൻസ് നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നടത്തിയിട്ടുള്ള ഈ ക്രൈസിസ് മാനേജ്മെന്റിന്റെ സ്റ്റെപ്പുകൾ അത് എത്രത്തോളം ഫലപ്രദമായി നമുക്ക് ഇപ്പോഴും ബാധിക്കപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യണം. അപ്പൊ ഈ 4 സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. ഇതിനുള്ള ടൂളുകളായിട്ട് പ്രസ് റിലീസുകൾ, സോഷ്യൽ മീഡിയ, അതുപോലെ തന്നെ മീഡിയ ബ്രീഫിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റിലൂടെ എന്ത് ചെയ്യുക, ക്ലാരിഫിക്കേഷൻസ് വരുത്തുക എന്നുള്ളതാണ് മീഡിയ ബ്രീഫിംഗ് എന്ന് പറയുന്നത്. ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻസ്, അതായത് എംപ്ലോയീസുമായിട്ട് എന്ത് ചെയ്യുക, എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഒരു ക്രൈസിസ് മാനേജ്മെന്റിന്റെ ടൂൾസുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് എന്ത്, അഡ്വർടൈസിംഗ് ഈസ് ഓഫൺ അക്യൂസ്ഡ് ഓഫ് ബീയിങ് അൺഎത്തിക്കൽ. ഡു യു സബ്സ്ക്രൈബ് ടു ദിസ് വ്യൂ? ഗിവ് യുവർ വ്യൂസ് ഓൺ ദ നീഡ് ഫോർ എത്തിക്സ് ഇൻ അഡ്വർടൈസിംഗ്. അതായത് ഈ അഡ്വർടൈസ്മെന്റുകൾ അൺഎത്തിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഇപ്പോഴും പറയാറുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളെ കാഴ്ചപ്പാടുകൾ എഴുതുക, ഒരു എത്തിക്കലായിട്ടുള്ള അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാഴ്ചപ്പാടുകൾ എഴുതുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് ഈ അൺഎത്തിക്കൽ പ്രാക്ടീസസ് ഇൻ അഡ്വർടൈസിങ്, എന്തൊക്കെയാണ് അൺഎത്തിക്കൽ ആയിട്ടുള്ള പ്രാക്ടീസുകൾ? ഒന്നാമത്തെ ഫാൾസ് ക്ലെയിംസുകൾ എന്നുള്ളതാണ്. ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ എക്സാജറേറ്റിംഗ് പ്രൊഡക്റ്റ് ബെനിഫിറ്റ്സുകൾ എന്നുള്ള, അതായത് ഒരു പ്രൊഡക്റ്റിന്റെ ബെനിഫിറ്റുകളൊക്കെ വലിയ രീതിയിൽ എക്സാജറേറ്റ് ചെയ്തിട്ട്, അതല്ലാന്നുണ്ടെങ്കിൽ ഈ പെരുപ്പിച്ച് കാണിക്കുക, അല്ലെങ്കിൽ ഓവർ ആക്കിയിട്ട് വലിയ രീതിയിൽ ഇത്ര രീതിയിലുള്ള ബെനിഫിറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ കാണിക്കുക എന്നുള്ളതാണ്. രണ്ടാമത് സ്റ്റീരിയോ ടൈപ്പിംഗ് എന്ന് പറയുന്ന രീതിയിലുണ്ട്. അതായത് ജെൻഡർ ആൻഡ് കൾച്ചറൽ ബയാസുകൾ, അതായത് ഇപ്പോൾ ജെൻഡർ വൈസ് അല്ലെങ്കിൽ സംസ്കാരപരമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടൊക്കെ ഒരു സ്റ്റീരിയോ ടൈപ്പ് ചെയ്തുകൊണ്ടുള്ള പരസ്യങ്ങൾ വരാറുണ്ട്. അടുത്തത് ടാർഗറ്റിംഗ് വൾനറബിൾ ഗ്രൂപ്പ്സ് എന്നുള്ളതാണ്. അതായത് മാനിപ്പുലേറ്റിംഗ് ചിൽഡ്രൻ ഓർ എക്സ്പ്ലോയിറ്റിംഗ് ഇമോഷൻസ്, അതായത് ചിൽഡ്രൻസിനെ മാനിപ്പുലേറ്റ് ചെയ്യുക, അവിടെ ഇമോഷൻസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക തുടങ്ങിയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അടുത്ത കൺസീലിംഗ് റിസ്കുകൾ എന്നുള്ളതാണ്. അതായത് ഹാംഫുൾ ആയിട്ടുള്ള സൈഡ് എഫക്റ്റുകളുള്ള പ്രൊഡക്റ്റുകളൊക്കെ എന്ത് ചെയ്യുക, പരസ്യങ്ങളിലൂടെ നൽകുക എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിൽ അൺഎത്തിക്കൽ ആയിട്ടുള്ള പ്രാക്ടീസുകൾ അഡ്വർടൈസ്മെന്റിൽ നടക്കാറുണ്ട്. അപ്പൊ ഇതിനുള്ള ആർഗ്യുമെന്റുകൾ നമുക്ക് എന്തൊക്കെ വെക്കാം? മിസ്ലീഡിങ് കൺസ്യൂമേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉപഭോക്താക്കളെ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ കൊണ്ട് മിസ്ലീഡ് ചെയ്യപ്പെടുന്നുണ്ട്, അവർക്ക് അനാവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ അവരെ കൊണ്ട് ബൈ ചെയ്യിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ബ്രാൻഡിന്റെ റെപ്യൂട്ടേഷൻസിനെ ഒക്കെ ഡാമേജ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ അൺഎത്തിക്കൽ ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റുകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലീഗൽ ആൻഡ് സോഷ്യൽ നോംസുകളെ വയലേറ്റ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് അൺഎത്തിക്കൽ ഒരു അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത്. ഇനി എന്തിനു വേണ്ടിയിട്ടായിരിക്കും
എത്തിക്കൽ അഡ്വർടൈസ്മെന്റ് നീഡ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊമോട്ട് ഹോണസ്റ്റി ആൻഡ് ഫെയർനെസ് ഇൻ കൺസ്യൂമർ കമ്മ്യൂണിക്കേഷൻ. കൺസ്യൂമർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനുമായിട്ട് ഒരു ഹോണസ്റ്റ് ആയിട്ടുള്ള ഫെയർനെസ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാവുന്നു. ലോങ് ടേം ആയിട്ടുള്ള ഒരു ലോയൽറ്റി ആൻഡ് ക്രെഡിബിലിറ്റി ഇതിലൂടെ ഗെയിൻ ചെയ്തെടുക്കുന്നു. ഒരു സൊസൈഷ്യൽ വെൽബീയിങ് എന്ത് ചെയ്യുന്നു ഇതിലൂടെ ഉണ്ടാക്കുന്നു. ആയിട്ടുള്ള ടാറ്റിക്സുകൾ, അതായത് ഓരോ കാര്യങ്ങൾ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഓരോ മാനിപ്പുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതിലൂടെ ഇല്ലാതാവുന്നു. ഇതൊക്കെയാണ് ഒരു അഡ്വർടൈസ്മെന്റിന്റെ എത്തിക്സിന്റെ ആവശ്യകതകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു എക്സാമ്പിൾ ആക്കിയിട്ട് ഡവിന്റെ റിയൽ ബ്യൂട്ടി എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് 26ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എ ഫോട്ടോഗ്രാഫ് ടെൽസ് മോർ ദാൻ 1000 വേർഡ്സ്, ഡു യു അഗ്രി? അതായത് ഫോട്ടോഗ്രാഫ് എന്ന് പറയുന്നത് 1000-ലധികം വാക്കുകൾ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ അതിനെ അഗ്രി ചെയ്യുന്നുണ്ടോ? ഡീറ്റെയിൽ ദ നീഡ് ഫോർ ഫോട്ടോഗ്രാഫി ഇൻ ജേർണലിസം ആൻഡ് ക്വാളിറ്റീസ് ഓഫ് എ ഫോട്ടോഗ്രാഫർ. അതായത് ഒരു ഫോട്ടോഗ്രാഫിയുടെ നീഡുകൾ ന്യൂസിൽ ആവശ്യമുണ്ടോ, അത് എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് വേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. ഒരു ന്യൂസിൽ എല്ലാ സമയത്തും ആവശ്യമുള്ള ഒരു കാര്യമാണ് ഫോട്ടോഗ്രാഫ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു വിഷ്വൽ അപ്പീലുകൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ആളാണ് ഫോട്ടോഗ്രാഫർ എന്ന് പറയുന്നത്. റൈറ്റ് ടൈമിൽ റൈറ്റ് സിറ്റുവേഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഒരു നല്ലൊരു ഫോട്ടോ, ഒരു മികച്ചൊരു ഫോട്ടോ ഉണ്ടാവുന്നത്. ഒരു ഫോട്ടോയിലൂടെ 1000-ഓളം വേർഡ്സുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഫോട്ടോഗ്രാഫിയിൽ ജേർണലിസത്തിൽ എന്തൊക്കെയായിരിക്കും വിഷ്വൽ ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കിയിരിക്കും. അതായത് ഒരു ഇമോഷൻസ് കൺവേ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ അറ്റൻഷൻസ് കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ വിഷ്വൽ ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ വയനാട് ദുരന്തം നടക്കുന്ന സമയത്ത് അതിന്റെ ഫോട്ടോസൊക്കെ പിറ്റത്തെ ദിവസം വാർത്തകളിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് കോണ്ടെക്സ്റ്റൽ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത്. അതായത് ന്യൂസുകൾ റിയൽ ടൈം വിഷ്വൽസിലൂടെ നിങ്ങൾക്ക് അത് ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഒരു ഫോട്ടോസിലൂടെ. യൂണിവേഴ്സൽ ലാംഗ്വേജ് ആണ്, അതായത് ലിംഗ്വിസ്റ്റിക് ബാരിയേഴ്സുകളൊന്നും ഇല്ലാത്ത ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് ഫോട്ടോ ജേർണലിസം. ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ആർക്കൈവൽ വാല്യൂസ് ഉണ്ടായിരിക്കും ഒരു ഫോട്ടോഗ്രാഫിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് ആയിട്ട്, ഒരു ഇവന്റ്സിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ റെക്കോർഡഡ് ആയിട്ട് നമുക്ക് അതൊക്കെ ഉപയോഗിക്കാം. ഇത്രയും കാര്യങ്ങൾ ഒരു ഫോട്ടോഗ്രാഫിന്റെ ഒരു ജേർണലിസത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ഒരു ഫോട്ടോഗ്രാഫേഴ്സിന് എന്തൊക്കെ ഒരു ക്വാളിറ്റീസ് വേണം? ഒന്നാമത്തത് ടെക്നിക്കൽ സ്കില്ലുകൾ വേണം. അത് ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്നതിന്, ലൈറ്റിംഗ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ട് ടെക്നിക്കൽ സ്കില്ലുകൾ വേണം. ന്യൂസ് സെൻസുകൾ വേണം, അതായത് വാർത്തകൾ തിരിച്ചറിയാനുള്ള കഴിവുകൾ വേണം. അതുപോലെ തന്നെ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സുകൾ വേണം, അതായത് ഇമേജുകൾ മാനിപ്പുലേറ്റ് ചെയ്യാതെ ഒരു ഒതന്റിസിറ്റി വേണം, അതായത് ഒതന്റിക്കേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോസ് നൽകുന്നതിന് വേണ്ടിയിട്ട് വേണം. അതുപോലെ തന്നെ അഡാപ്റ്റബിലിറ്റി എന്നുള്ളതാണ്, അതായത് പുതിയ ചലഞ്ചിങ് കണ്ടീഷൻസിലെല്ലാം കൃത്യമായിട്ട് ജോലി ചെയ്യുന്ന ആളുകളായിരിക്കണം. ഇപ്പൊ ഉദാഹരണത്തിന് അതിന് കെവിൻ കാർട്ടറുടെ ഫോട്ടോ, സുഡാനിൽ ഉണ്ടായിട്ടുള്ള ഒരു ഫാമിനുമായി ബന്ധപ്പെട്ടുള്ള ഫോട്ടോ നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് 27ാമത്തെ ചോദ്യമാണ്. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ന്യൂസ് വാല്യൂസ്? ന്യൂസ് വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡു ദേ പ്ലേ എ സിഗ്നിഫിക്കന്റ് റോൾ ഇൻ സെലക്ടിങ് ന്യൂസ് ഫോർ ദ ന്യൂസ് പേപ്പർ? എക്സ്പ്ലെയിൻ. അതായത് ഒരു ന്യൂസ് പേപ്പറിന് ന്യൂസുകൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് അത് പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്നുണ്ടോ, അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ആദ്യമായിട്ട് ന്യൂസ് വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ക്രൈറ്റീരിയ യൂസ്ഡ് ബൈ എഡിറ്റേഴ്സ് ടു ഡിറ്റർമൈൻ ദ ഇമ്പോർട്ടൻസ് ആൻഡ് റെലവൻസ് ഓഫ് എ ന്യൂസ് സ്റ്റോറി. അതായത് എഡിറ്റേഴ്സ് ഒരു വാർത്തയ്ക്ക് എത്രത്തോളം പ്രാധാന്യം ഉണ്ട് എന്ന് നിർണ്ണയിക്കുന്ന ഒരു ക്രൈറ്റീരിയ ഘടകമാണ് എന്തെന്ന് പറയുന്നത് ന്യൂസ് വാല്യൂസ് എന്ന് പറയുന്നത്. ന്യൂസ് വാല്യൂസ് ടൈംലിനെസ്, പ്രോക്സിമിറ്റി, ഇമ്പാക്ട്, പ്രോമിനൻസ്, കോൺഫ്ലിക്റ്റ്, ഓഡിറ്റ്, ഹ്യൂമൻ ഇൻട്രസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ എന്തായിരിക്കും റൂളുകൾ എന്ന് പറയുന്നത്? അത് ഒരു ലിമിറ്റഡ് സ്പേസിൽ എത്രത്തോളം പ്രയോറിറ്റി നൽകുക, ഏതൊക്കെ ന്യൂസുകൾക്ക് പ്രയോറിറ്റി നൽകാം എന്നുള്ളത് ഒരു ന്യൂസ് സെലക്ഷൻ സമയത്ത് ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എൻഷുർ ദ കോണ്ടന്റ് ഈസ് എൻഗേജിങ് ആൻഡ് റെലവെന്റ് ടു റീഡേഴ്സ്, അതായത് റീഡേഴ്സിനെ എൻഗേജിങ് ആവുന്ന റെലവെന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ ഈ ന്യൂസ് വാല്യൂസിലൂടെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ
ഷേപ്പ് ദ ഓവറോൾ എഡിറ്റോറിയൽ ടോൺ ആൻഡ് ഫോക്കസ് ഓഫ് എ പബ്ലിക്കേഷൻ. അതായത് എഡിറ്റോറിയൽ ടോൺ, അതായത് ഏതൊക്കെ രീതിയിലുള്ള വാർത്തകൾ മാത്രമാണ് പത്രത്തിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ ഏതൊക്കെ ന്യൂസ് വാല്യൂസ് ആണ് ഇതിൽ ഉൾപ്പെടുത്തേണ്ടത് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാൻ കഴിയും. ഇത്തരത്തിലുള്ള രീതികളിൽ എന്ത് ചെയ്യാം, നമുക്ക് ന്യൂസ് സെലക്ഷൻ ടൈമിൽ ഇത് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് അതിന് എക്സാമ്പിൾ ആക്കി പറയാം, ഒരു ലോക്കലായിട്ടുള്ള ഫ്ലഡ് നടക്കുന്നു, അത് ഇമ്പാക്ട് ആൻഡ് പ്രോക്സിമിറ്റി എന്ന് പറയുന്ന എക്സാമ്പിൾ ആണ്. അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ചാരിറ്റി വർക്ക്, അത് പ്രോമിനൻസ്, ഹ്യൂമൻ ഇൻട്രസ്റ്റ് തുടങ്ങിയുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്താണ്, ഒരു ന്യൂസ് വാല്യൂസ് ഉള്ളതാണ്. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ന്യൂസ് സെലക്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 2021 ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ്സുകൾ മനസ്സിലായി എന്ന് കരുതുന്നു. ക്വസ്റ്റ്യൻസ് എല്ലാതും ആൻസേഴ്സ് എല്ലാതും ക്ലിയർ ആയി എന്ന് കരുതുന്നു. താങ്ക് യു.